നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നോ? അതായത് ഇന്നലെ രാവിലെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ്. അഞ്ചലിൽ നിന്ന് ആയൂരോട്ട് വരുന്ന വഴിക്ക് കോഴിപ്പാലത്തിൻ്റെ ഭാഗത്ത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടന്നൊരു ആക്സിഡൻ്റാണ്. ഞാൻ വരുമ്പോൾ കാണുന്ന നടു റോഡിൽ ഒരു ടോറസ് നിൽക്കുന്നു. റൈറ്റ് സൈഡിൽ ആ ഫുട്പാത്തിലൊരു പയ്യൻ കിടക്കുന്നുണ്ട്, ഒരു ബുള്ളറ്റുമായിട്ട് കിടക്കുന്നുണ്ട്. ബുള്ളറ്റ് സൈഡിൽ ഇരിക്കുന്നു, പയ്യൻ ഫുട്പാത്തിൽ കിടക്കുന്നുണ്ട്. ഒരു 10-15 പേര് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് വണ്ടി ആക്സിഡൻ്റ് ആയതാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച് ടോറസ് തട്ടിയാണ്. ടോറസ് തട്ടിയതല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ മഴ പെയ്തിട്ട് ചരൽ റോഡിലോട്ട് കിടപ്പുണ്ട് ആ വളവിന്. അതിനകത്ത് സ്ലിപ്പായിട്ട് ആ വേലിയിൽ വന്ന് അടിച്ചിട്ടാണ് പയ്യെ കിടക്കുന്നത്. ഈ 10-15 പേര് കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചപ്പം എല്ലാവരും പരസ്പരം വണ്ടി വെളിയെന്നായി. അപ്പോൾ ഞാൻ ഇറങ്ങി റോഡിൽ നടുക്ക് നിന്നിട്ട് ഒരു 3-4 വണ്ടിക്കാരെ കൈ കാണിച്ച് ഒരാൾ പോലും നിർത്തിയില്ല. എന്നിട്ട് ഞാൻ 108 വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ആംബുലൻസ് വരാൻ പാടാണ്, നിങ്ങൾ അത്യാവശ്യമായിട്ട് അടുത്തുള്ള ഒരു വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. വീണ്ടും ഇറങ്ങി കൈ കാണിച്ചിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും വണ്ടി നിർത്തിയില്ല. ആ കൂടെ നിൽക്കുന്ന 1-2 ചേട്ടന്മാർ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അതിൽ വെക്കുന്നൊരു പയ്യൻ നടന്നു വന്നിട്ട് ചോദിച്ചു, ചേട്ടാ എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പം ഓട്ടോ ഓടിച്ച് വന്നൊരു പയ്യനായിരുന്നു. ആ പയ്യൻ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ടുപോയി. അഞ്ചൽ മധുരപ്പ സ്വദേശിയാണ് ഈ പയ്യൻ. അവനെ ഞാൻ നോക്കുമ്പോൾ 2 വിരൽ ഇങ്ങനെ മടങ്ങിയിരിപ്പുണ്ട്, കൈ മൊത്തം ബ്ലഡ്, പിന്നെ പല്ലിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്, വലത്തെ കാലിൽ തറയെ തൊടാൻ വയ്യ. എന്നാൽ നമ്മൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ആർക്കാ എപ്പോഴാണ് എന്താ വരുന്നവരെ അറിയത്തില്ല. നാളെ എനിക്കാവാം, നിങ്ങൾക്കാവാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം ഈ വണ്ടി നിർത്താതെ പോയ ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നാളെ നമുക്ക് ഈ ഒരു അപകടം സംഭവിക്കാം. എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ആരും കൊണ്ടുപോകാതെ വഴി കിടന്നു കഴിയുമ്പം ഉള്ളൊരു മനപ്രയാസം അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇങ്ങനെ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക. ഈ നിർത്താതെ പോയ ആൾക്കാർക്കൊക്കെ ഈ ഒരു അനുഭവം വരുമ്പം അവർ പഠിച്ചോളും. ഇച്ചിരി ബ്ലഡൊക്കെ പറ്റും. ആ പയ്യനെടുത്ത് ഓട്ടോറിക്ഷയിലെടുത്ത് കയറ്റുമ്പോൾ എൻ്റെ പുറത്തും ബ്ലഡൊക്കെ പറ്റി. എനിക്കതൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കഴുകി കളഞ്ഞപ്പോൾ അത് മാറി. എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ.